മലയോര മേഖലയിൽ റംബൂട്ടാൻ വിളവെടുപ്പ് സജീവമായിരിക്കെ വിപണിയില്ലായ്മ ചെറുകിട കർഷകരെ പ്രതിസന്ധിയിലാഴ്ത്തുന്നു. ആവശ്യത്തിന് പ്രാദേശിക വിപണികളോ സംഭരണ കേന്ദ്രങ്ങളോ ഇല്ലാത്തതിനാൽ വിള വിറ്റഴിക്കാൻ കഴിയാതെ പലരും ആശങ്കയിലാണ്. ചെറുപുഴ പഞ്ചായത്തിലെ മീൻതുള്ളിയിൽ കഴിഞ്ഞ 4 വർഷമായി റംബൂട്ടാൻ കൃഷി ചെയ്യുന്ന കർഷകനാണ് CM മാത്യു. മികച്ച വിളവാണ് ഇത്തവണ ലഭിച്ചിട്ടുള്ളതെങ്കിലും വിപണി കണ്ടെത്താൻ ഏറെ ബുദ്ധിമുട്ട് നേരിടുകയാണെന്ന് അദ്ദേഹം പറയുന്നു. നിലവിൽ സോഷ്യൽ മീഡിയയിലൂടെയും സുഹൃത്തുക്കളുടെയും പരിചയക്കാരുടെയും സഹായത്തോടെയുമാണ് ചെറിയ തോതിൽ വിൽപ്പന നടത്തുന്നത്. മഴ ശക്തമാകുന്നതിന് മുൻപ് വിറ്റഴിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പഴങ്ങൾ നശിക്കും. വലിയ നഷ്ടമാകുമെന്നാണ് മാത്യുവിന്റെ ആശങ്ക. കഴിഞ്ഞ വർഷം മുഴുവനും കാലാവസ്ഥ പ്രതികൂലം അതിന് ശേഷം മുഴുവൻ നഷ്ടപ്പെട്ടു പോയി. ഈ പ്രാവശ്യം യഥാർത്ഥത്തിൽ വിളവെല്ലാം കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇത് മാർക്കറ്റിൽ വിപണി കണ്ടെത്താനാണ് ഏറ്റവും വലിയ പ്രയാസം. ഇത് വിപണി കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്കിത് വേണ്ട രീതിയിൽ മാർക്കറ്റിൽ നമുക്ക് വിറ്റഴിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതാണ് ഇതിനെ ബാധിക്കുന്ന വലിയൊരു കാരണം. കുറേ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇപ്പം അസോസിയേഷൻ മുഖാന്തരം അങ്ങനെ നമ്മുടെ ലോക്കൽ ഏരിയയിലൊക്കെ ആയിട്ട് കുറേ ഇത് വിറ്റഴിക്കപ്പെടുന്നു. ഇതിന് ജസ്റ്റ് 3 മാസത്തെ പീരീഡ് ഉള്ളൂ. ആ 3 മാസം കൊണ്ട് നമ്മളിതിന് വിളവെടുത്ത് നമ്മൾ മാർക്കറ്റിൽ കൊടുത്തേ മതിയാകും. ഇല്ലെങ്കിൽ മുഴുവനും നഷ്ടം നമുക്ക് സംഭവിക്കും. റംബൂട്ടാനിന് ആവശ്യക്കാർ ഉണ്ടെങ്കിലും കർഷകരിൽ നിന്ന് നേരിട്ട് വാങ്ങാനുള്ള സംവിധാനങ്ങളില്ലാത്തതാണ് പ്രധാന പ്രശ്നമെന്ന് നാട്ടുകാർ പറയുന്നു. മലയോര മേഖലയിലെ നിരവധി കർഷകർ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി റംബൂട്ടാൻ കൃഷിയിലേക്ക് തിരിഞ്ഞിട്ടുണ്ടെങ്കിലും ഉൽപ്പന്നങ്ങൾ ശേഖരിച്ച് വിപണിയിലെത്തിക്കാൻ സർക്കാർ തലത്തിൽ ഫലപ്രദമായ സംവിധാനങ്ങളില്ല. ശേഖരണ കേന്ദ്രങ്ങൾ, സംഭരണ സൗകര്യങ്ങൾ, പ്രാദേശിക വിപണികൾ എന്നിവ ആരംഭിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ.